മറ്റൊരാളുടെ കഥയറിയാതെ ഒരിക്കലും അവരെ മുൻകൂട്ടി ജഡ്ജ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന ഒന്നാണ് മറ്റൊരാളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയാതെ ഒരു നിഗമനത്തിലെത്തുക എന്നത്. ഒരു സാഹചര്യത്തിന്റെ ഉപരിതലം മാത്രം കണ്ടുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒരാളെ വിധിക്കുകയും അവരുടെ സ്വഭാവത്തെക്കുറിച്ചോ ഉദ്ദേശങ്ങളെക്കുറിച്ചോ തെറ്റിദ്ധാരണകൾ വെച്ചു പുലർത്തുകയോ ചെയ്തേക്കാം. എന്നാൽ ഓരോ വ്യക്തിക്കും അവരവരുടേതായ ഒരു കഥയുണ്ട്. അവർ ആരായിരിക്കുന്നതിന് ഒരു കാരണവുമുണ്ട്. നമ്മൾ കാണുന്ന ഒരു പ്രവൃത്തിയുടെ പിന്നിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം. ഒരാൾ ചിലപ്പോൾ വിഷാദത്തിലായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരിക്കാം, കുടുംബപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ഈ സാഹചര്യങ്ങളെല്ലാം അവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും. അവരുടെ ജീവിതത്തിലെ ആ നിമിഷങ്ങൾ കൂടി നമ്മൾ കാണണം. ഇല്ല എങ്കിൽ അവരെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരാളെ വിധിക്കുന്നതിന് മുൻപ് അവരുടെ ഭാഗം കൂടി കേൾക്കാൻ ശ്രമിക്കുന്നത് എപ്പോഴും വളരെ പ്രധാനമാണ്. ഒരുപക്ഷെ അവരുടെ കഥ കേട്ടാൽ നമ്മൾ അവരോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം. സഹാനുഭൂതിയോടെയും തുറന്ന മനസ്സോടെയും മറ്റുള്ളവരെ സമീപിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. മാത്രമല്ല, നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും സഹായിക്കാം. ഓർക്കുക, ഓരോ വ്യക്തിയും ഒരു പുസ്തകം പോലെയാണ്. അതിൻ്റെ ഉള്ളടക്കം മുഴുവൻ വായിക്കാതെ ഒരു കവറ് മാത്രം കണ്ടുകൊണ്ട് ഒരു നിഗമനത്തിലെത്തുന്നത് ഒട്ടും ശരിയല്ല.